പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഗണിതത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഗണിതത്തിൻ്റെ 6ാം ക്ലാസ്സിലെ പുസ്തകം മാറിയിട്ട് പുതുതായിട്ട് വന്ന പുസ്തകമാണ്. ഇതിൽ ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ ആംഗിൾ, കോണുകൾ. കഴിഞ്ഞ വർഷത്തെ പാഠത്തിൻ്റെ ഒന്നും കൂടി ഷോർട്ടാക്കിയിട്ടുള്ളൊരു പാഠമാണ് ഈ വർഷത്തെ ആംഗിൾസ് എന്നുള്ള പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയൊരു, അതുപോലെ തന്നെ നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റിയൊരു പാഠമാണ് ആംഗിൾ. ഇതുവരെ നമ്മൾ ആംഗിൾസിനെ കുറിച്ചൊന്നും നമ്മൾ 5ാം ക്ലാസ്സിലും പഠിച്ചിട്ടില്ല. 5ലുള്ള വരകളും വട്ടങ്ങളും എന്നുള്ള ആദ്യത്തെ പാഠം, ലൈൻസ് ആൻഡ് സർക്കിൾ, ആ പാഠത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു പാഠമാണ് ഈ പാഠം. അതിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു? വരകളെക്കുറിച്ച് പഠിച്ചു, വട്ടങ്ങളെക്കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ലൈൻസ് ആൻഡ് സർക്കിൾസ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് റെക്റ്റാങ്കിൾ, സ്ക്വയർ, ചതുരങ്ങളും സമചതുരങ്ങളെക്കുറിച്ചുള്ള എങ്ങനെ വരയ്ക്കാന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. വരകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ലൈൻസിൽ. അപ്പോൾ ആദ്യം തന്നെ ലൈൻസ് അല്ലെങ്കിൽ വര എന്ന് പറഞ്ഞാൽ ഒരു ബിന്ദുവിൽ നിന്ന്, ഒരു പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്തൊരു പോയിന്റ് വരെ ഉണ്ടാവുന്നതാണ് വര. വരവാണെങ്കിൽ എന്താണ്? വര എന്ന് പറഞ്ഞാൽ നീളം മാത്രമുള്ള ഒരു ഫിഗറാണ് വര. വര വെക്കുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കും വര നീട്ടാവുന്നതാണ്. വരയിൽ ആകെ എന്ത് മാത്രമേ ഉള്ളൂ? നീളം മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് ചതുരം എടുക്കുകയാണെങ്കിൽ ചതുരത്തിന് എന്തുണ്ട്? നീളവും ഉണ്ട്, വീതിയുണ്ട്. അതുപോലെ വരക്കെന്ത് മാത്രമേ ഉള്ളൂ? നീളം മാത്രമേ ഉള്ളൂ. അപ്പം എന്താണ്? അതൊരു സിംഗിൾ ഡയമെൻഷണൽ ഫിഗറാണ്. ഈ വരകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ആംഗിൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒരു വര മാത്രമാണെങ്കിൽ ഒരിക്കലും ഒന്നും ഉണ്ടാകില്ല, ഒരു ആംഗിൾ, ഒരു കോൺ ഉണ്ടാകില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കെല്ലാവരും ക്ലാസ് റൂമിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. ക്ലാസ് റൂമിൻ്റെ ചുമര് നേരെ മാത്രം പോവുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് സെപ്പറേറ്റ് ആവില്ലല്ലോ. കാര്യം എന്താ വെച്ചായിരിക്കും? അതൊരു ഹോളായിട്ട് മാറുക. നമ്മളൊരു പ്രത്യേക ഒരു ക്ലാസ് റൂമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, ആറിയ എന്നുള്ളൊരു ക്ലാസ് റൂമായിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? ഈ ഹാളിൻ്റെ അടിയിൽ 2 ചുമരുകളും കൂടി വേണം. 6A ക്ലാസ്സിനെയും 6B ക്ലാസ്സിനെയും സെപ്പറേറ്റ് ആക്കി വെക്കുന്ന ചുമര് വേണം. അപ്പോൾ ആ ചുമര്, ഉദാഹരണത്തിന് ആ ചുമര് അടുത്ത ചുമരിൽ പോയി മുട്ടുമ്പോൾ എന്തായി? അവിടെ ഒരു മൂല ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ആംഗിൾ. അതാണ്, ആ ഒരു സ്പേസിനാണ് നമ്മൾ എന്ത് പറയുക? ആംഗിൾ എന്ന് പറയുക. അപ്പോൾ 2 വരകൾ ഒരേ പോയിന്റിൽ വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? ആംഗിൾ ഉണ്ടാകും. അപ്പോൾ ആ ഉണ്ടാകുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ആംഗിൾ. അതിനു മുമ്പ് വരകളെ കുറിച്ചൊന്ന് ഒരു 4-5 തരം വരകളുണ്ട്. ആദ്യത്തെ വര നമുക്ക് ഒറിസോണ്ടൽ ലൈൻ എന്ന് പറയാം. അതായത് നമ്മൾ സാധാരണ നമ്മളെ നോട്ട്ബുക്കിലൊക്കെ കാണുന്ന നേരെയുള്ള വരകൾ, ഒറിസോണ്ടൽ ലൈൻ. രണ്ടാമത്തെ ഏതുണ്ട്? വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ വര നമ്മൾ താഴോട്ട് വരച്ച് കഴിഞ്ഞാൽ അതിന് വെർട്ടിക്കൽ. എല്ലാവർക്കും പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഭാഗമാണ് ഒറിസോണ്ടലും വെർട്ടിക്കലും. ഒറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ താഴോട്ടാണോ അതോ നേരെയാണോ എന്നൊക്കെയുള്ള ചെറിയ കൺഫ്യൂഷൻ എപ്പോഴും വരും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒറിസോണ്ടൽ എന്നുള്ള സ്റ്റാർട്ടിങ്ങിൻ്റെ ലെറ്റർ എച്ച് ആണ്. അപ്പോൾ എച്ച് നമുക്ക് എഴുതുമ്പോൾ എല്ലാവർക്കും അറിയാം, എച്ചിൻ്റെ ആ നടുവിലുള്ള വര ആലോചിച്ചാൽ മതി. അപ്പോൾ ഒറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എച്ചിൻ്റെ ആ നടുവത്തെ വര ആലോചിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് നേരെയുള്ള വരയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ അടുത്ത പേര് വെർട്ടിക്കലാണ്. അപ്പോൾ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ വി ആണ്. വി ആണ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് വി താഴോട്ടാണ്. അപ്പോൾ എന്താണ്? ഈ ലൈൻ എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. അടുത്തൊരു ടൈപ്പ് ലൈനാണ് സ്ലാൻഡഡ് ലൈൻ. സ്ലാൻഡഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞിട്ടുള്ള വരകൾ. ആ വരകൾക്ക് നമ്മൾ എന്ത് പേര് പറയാം? എങ്ങനെയും ചെരിയാം. വര ഇടത്തേക്ക് ചെരിയാം, വലത്തേക്ക് ചെരിയാം, ഇനി താഴോട്ടാകാം. എങ്ങനെ ചെരിഞ്ഞാലോ അതിന് പറയുന്ന പേരാണ് സ്ലാൻഡഡ് ലൈൻ. അടുത്താണ് പിന്നെ പാരലൽ ലൈൻ. ഇത് സമാന്തര വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരകൾ തുടക്കം മുതൽ അവസാനം വരെ ഒരേ വ്യത്യാസം അല്ലെങ്കിൽ ഒരേ ഡിഫറൻസ്. 2 വരകൾ വരയ്ക്കുമ്പോൾ നമ്മൾ 2 വരകൾ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചാൽ അങ്ങനെ തമ്മിൽ കൂട്ടിമുട്ടൂലല്ലോ. അങ്ങനത്തെ വരകൾക്ക് പറയുന്ന പേരാണ് പാരലൽ ലൈൻസ്. പിന്നെ അതുപോലെ തന്നെ കേളി ലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ലൈൻ ഉണ്ട്. അങ്ങനെ കുറേ വ്യത്യസ്ത തരം ലൈനുകളുണ്ട്. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിൽ അടുത്ത് അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന വരക്ക് പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ ലൈൻ. അപ്പോൾ ഇതിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ലൈൻസ് ജോയിനിങ് അറ്റ് സെയിം പോയിന്റ്. ഒരേ പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. അപ്പോൾ ആ ഒരു സ്പേസിന് പറയുന്ന പേരാണ് ആംഗിൾ. ആ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് വെർട്ടെക്സ്. എന്താ പറയുക? ശീർഷകം എന്ന് പറയും, വെർട്ടെക്സ്. അപ്പോൾ വെർട്ടെക്സ് എന്താ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കലുണ്ട്. പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം തരൂല, പക്ഷേ എങ്കിലും കൂടി എന്ത് പറയുക, ഈ USS പോലത്തെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 വരകൾ ജോയിൻ ചെയ്തിട്ട് ആംഗിൾ ഉണ്ടാണ്, ആ ജോയിൻ ചെയ്യണ സ്ഥലത്തിന് എന്ത് പറയുന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഈ ഉണ്ടാകുന്ന ഈ ഒരു ആംഗിൾ നമ്മൾ എങ്ങനെ രേഖപ്പെടുത്തുക വെച്ചാൽ 90 ഡിഗ്രിക്ക് തുല്യമാണെന്നുണ്ടെങ്കിൽ, 90 ഡിഗ്രിന് കറക്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു സമചതുരത്തിൻ്റെ ആകൃതിയിലുള്ള ചെറിയ ഒരു പെട്ടി ഉപയോഗിച്ചിട്ടാണ് അവിടെ രേഖപ്പെടുത്തൽ. അതല്ല, 90ൻ്റെ കോണിൻ്റെ അളവ് 90-നേക്കാൾ കുറവും
ആംഗിളിൻ്റെ അളവ് 90-നേക്കാൾ കൂടുതലുമാണെങ്കിൽ ആ സർക്കിളിൻ്റെ വട്ടത്തിൻ്റെ ചെറിയ ഭാഗം ഉപയോഗിച്ചിട്ടാണ്, ആ ചെറിയ ഒരു റൗണ്ട് പോലത്തെ ഭാഗം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യൽ, ഈ ഒരു കാര്യത്തെ നമ്മൾ രേഖപ്പെടുത്തൽ. അതുപോലെ തന്നെ ഈ രേഖപ്പെടുത്തുമ്പോൾ ഈ കോണിൻ്റെ അളവുണ്ട്. ഇപ്പോൾ ഞാനൊരു കോണിൻ്റെ അളവ് അടയാളപ്പെടുത്തി, ഒരു ഉദാഹരണത്തിന് 60 ഡിഗ്രി അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ കോണിൻ്റെ അളവുകൾ പറയുന്നത് എന്തിനാണ്, ഡിഗ്രിയിലാണ്. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഡിഗ്രി എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ മുമ്പ് എന്ത് ഉപയോഗിക്കും, ആ ഡിഗ്രീൻ്റെ സിമ്പലുണ്ട്, ആ സിമ്പൽ ഉപയോഗിക്കുക. ഈ സിമ്പൽ അതാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്, നമ്മൾക്ക് ഈ വാർത്തയിലൊക്കെ പറയുമ്പോൾ കാണാം, ഡിഗ്രി സെലഷ്യസ് എന്ന് പറയുന്നത് ഇന്നത്തെ താപനില എത്ര ഡിഗ്രിയാണെന്നൊക്കെ പറയും. അപ്പോൾ എന്താണ്, അതേമാതിരി തന്നെ അതേ ഉപയോഗിക്കണ അതേ സാധനം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഡിഗ്രി. അപ്പോൾ അവിടെ പോയിട്ട് എപ്പോഴും അങ്ങനെ ഡിഗ്രി എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ആ എത്രയാണോ അതിൻ്റെ വാല്യൂ, ആ വാല്യൂൻ്റെ മുകളിൽ ആ ചെറിയ ഡിഗ്രീൻ്റെ അടയാളപ്പെടുത്തിയാൽ മതി. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്, ആംഗിൾസിന് നമ്മൾ പേര് കൊടുക്കും. ഓരോ ആംഗിൾ വരച്ച് കഴിഞ്ഞാലും ആംഗിൾസിന് നമ്മൾ പേര് കൊടുക്കും. ഉദാഹരണത്തിന് ഞാൻ ഈ വരച്ച ആംഗിളിന് ABC എന്ന് പേര് കൊടുത്താൽ അപ്പോൾ എന്തായി, ആംഗിൾ ABC 60 ഡിഗ്രി. അപ്പോൾ ഇനി വേണമെങ്കിൽ എന്ത് പറയുക, എനിക്ക് ഈ ആംഗിൾ വേണം തിരിച്ചും പറയാം, ആംഗിൾ CBA 60 ഡിഗ്രി. അതുപോലെ തന്നെ അല്ലെങ്കിൽ ആംഗിൾ B = 60 ഡിഗ്രി. ഇതെന്താണ്, ഈ ഒരു പേര് 3 വിധത്തിലും പറയാം. ആംഗിൾ ABC എന്ന് പറഞ്ഞാലും, തിരിച്ച് CBA എന്ന് പറഞ്ഞാലും, ആംഗിൾ B അതായത് ജോയിൻ ചെയ്യുന്ന സ്ഥലം ഇത്, അതായത് ഇതിലിപ്പോൾ ആംഗിളിൻ്റെ വാല്യൂ എത്ര വെച്ചാൽ ആ നടുവിലുള്ള ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ആംഗിളിൻ്റെ വാല്യൂ. അപ്പോൾ ഇതിങ്ങനെ ഈ 3 വിധത്തിൽ പറഞ്ഞാലും എന്താണ്, റൈറ്റ് ആൻസറാണ്. അപ്പോൾ ABC മാത്രമേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലെറ്റർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയരുത്. ഇത് തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പം എങ്ങനെ ഒറ്റ സിംഗിൾ ലെറ്ററിൽ പറഞ്ഞാലും എന്താണ്, ആംഗിളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആംഗിൾസിന് പേര് കൊടുക്കുമ്പോൾ എപ്പോഴും സ്മോൾ ലെറ്റർ ഉപയോഗിക്കുക. അതുപോലെ തന്നെ അക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ആംഗിൾ ഉണ്ടാക്കിയപ്പോൾ ആംഗിളിൻ്റെ പേര് ഇപ്പോൾ എന്താ കൊടുത്തത്, A 3 A എന്ന് കൊടുത്തു. അല്ലെങ്കിൽ ഒരേ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റർ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം നമുക്ക് എഴുതാൻ പറ്റുക, കൺഫ്യൂഷൻ ആകും. അതിനാണ് 3 വ്യത്യസ്ത അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞു. ഏത് അക്ഷരങ്ങളും ഉപയോഗിക്കുക. നിങ്ങൾ വല്ല കമ്പനീൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങളെ പേരിൻ്റെ 3 അക്ഷരമോ ഏത് അക്ഷരം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഉപയോഗിക്കുക. ആ ഉപയോഗിക്കുക എന്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, റിപ്പീറ്റേഷൻ വരാതെ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആംഗിൾസിൻ്റെ പേര് നമ്മൾ കൊടുത്തു കഴിഞ്ഞു, എഴുതാനും പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ആംഗിളിന് എപ്പോഴും ഇങ്ങനെ കോൺ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു കോൺ വരച്ചപ്പോൾ ആ കോണിൻ്റെ പേര് ABC ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ കോൺ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്ത് ചെയ്താൽ മതി, അപ്പോൾ കോണിനെ ആ സിമ്പൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, എപ്പോഴും എഴുതിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ കോണുകളുടെ വിലയുടെ അടിസ്ഥാനത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ കോണിൻ്റെ ഡിഗ്രീൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കാം. അപ്പോൾ 3 നമുക്കിപ്പോൾ തുടക്കത്തിൽ തരംതിരിക്കാം. അതിൽ ആദ്യത്തെ പറഞ്ഞത് നമ്മളെ റൈറ്റ് ആംഗിൾ, മട്ടകോണ്. അതായത് കോണിൻ്റെ അളവ്, അതായത് ഇപ്പോൾ നമ്മൾ 2 വരകൾ വരച്ചപ്പോൾ ജോയിൻ ചെയ്തപ്പോൾ ഒരു കോണിൻ്റെ അളവ് കിട്ടിയത് നമുക്ക് എത്രയാണ്, 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് പറയും, റൈറ്റ് ആംഗിൾ എന്ന് പറയും, മട്ട കോൺ. അപ്പോൾ ചിലപ്പം പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദ്യമൊക്കെ ചോദിക്കുക, ഒരു 90 ഡിഗ്രി ഉണ്ടാകുന്ന കോണിന് പറയുന്ന പേരെന്താ ചോദിച്ചാൽ റൈറ്റ് ആംഗിൾ എന്ന് പറയാം. അല്ലെങ്കിൽ 2 നേർവരകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ അവിടെ എത്ര ഡിഗ്രി കോണുണ്ടാവും ചോദിച്ചാൽ അപ്പോൾ എന്താ, അതിനൊക്കെ ഉത്തരം എന്താണ്, റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ 90 ഡിഗ്രി എന്ന് പറയാം. അതുപോലെ തന്നെ അടുത്തൊരു ആംഗിളാണ് അക്യൂട്ട് ആംഗിൾ, ന്യൂനകോണ്. ന്യൂനകോണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 0-നേക്കാൾ കൂടുതലും 90-നേക്കാൾ കുറവും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനൊരു 30 ഡിഗ്രി കോൺ വരച്ചു, കോണ് ABC. അപ്പോൾ ഈ കോണിന് എന്ത് പേര് പറയുന്നത് ചോദിച്ചാൽ അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോൺ എന്ന് പറയാം. പിന്നെ 3-മതായിട്ട് വരുന്ന കോണൊന്നുണ്ട്, ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90-നേക്കാൾ മുകളിലും 150-നേക്കാളും എന്താണ്, കുറവായിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ ഈ ആംഗിളിന് പറയുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പോൾ ഒബ്റ്റ്യൂസ് ആംഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചോദ്യം നമുക്കാണെങ്കിൽ ഒരു ചോദ്യം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നുള്ള ചോദ്യം ഒരിക്കലും വരില്ല. ഒരു ചിത്രത്തിലൊരു ചിത്രം കണ്ടു, ആ ചിത്രത്തിലൊരു കോണുണ്ട്, ആ കോണിൻ്റെ അളവ് 110 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കോണിന് നമുക്ക് എന്ത് പേര് വെച്ച് വിളിക്കാം നമുക്ക് ചോദിക്കുക. അപ്പോൾ എന്ത് പറയുക, ഇതിന് പറയുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അതിൻ്റെ മലയാളത്തിൽ പറയുന്ന പേരാണ് ബൃഹത് കോൺ എന്ന് പറയും, ബൃഹത്ത് കോൺ. അപ്പോൾ ഇതുവരെ പറഞ്ഞൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ. നമുക്ക് അടുത്തായിട്ട് ഉപയോഗിക്കാനുള്ള സാധനമാണ് പൊട്രാക്ടർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോണത്, ഈ കോണിൻ്റെ അളവുകളും അതുപോലെ തന്നെ നമുക്ക് പുതുതായിട്ട് വരക്കാനുള്ള ആംഗിൾസിൻ്റെ
മെഷർമെൻ്റൊക്കെ നമ്മൾ ഏത് കണ്ടുപിടിക്കണം? ഈ പ്രൊട്രാക്ടർ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. പ്രൊട്രാക്ടറിൻ്റെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? കോണിൻ്റെ അളവുകളൊക്കെ നമ്മൾ രേഖപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇത് പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഘടകമാണ് ഈ ഒരു ആംഗിൾസിൻ്റെ ഭാഗത്തിൽ. അപ്പോൾ ഈ 180 ഡിഗ്രി എന്ന് വരുന്നുള്ളത്, അതായത് പ്രൊട്രാക്ടർക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഭൗതിക വൃത്തത്തിൻ്റെ ആകൃതി. അത് മാക്സിമം എത്ര ഡിഗ്രി ഉണ്ടാകുള്ളൂ, എത്ര ഡിഗ്രി കോണ ഉണ്ടാകുള്ളൂ? 180. അതിൽ കൂടുതൽ 181 ആകുമല്ലോ ഒരിക്കലും. അപ്പോൾ ഈ പ്രൊട്രാക്ടർ എങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പോകണേ. അപ്പോൾ ആ കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം നമുക്ക് കോണിന് നമുക്ക് കാണുമ്പോൾ നമ്മൾ കോണിൻ്റെ തരംതിരിവ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഏകദേശം മനസ്സിലാകും. 2 നേർവരകളാണെങ്കിൽ അവിടെ 90 ഡിഗ്രിയാണ് ഉണ്ടാകുക. അപ്പോൾ ഈ നേർവരൻ്റെ അതായത് ഈ റൈറ്റ് ആംഗിളിൻ്റെ മട്ടക്കോണിൻ്റെ വലത്ത് ഭാഗത്തേക്കാണ് ചെരിവ് കൂടുതലെന്നുണ്ടെങ്കിൽ, ഇങ്ങോട്ടാണ് ചെരിവ് കൂടുതലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 90-നേക്കാളും താഴായിരിക്കും. ഇനി ലെഫ്റ്റിക്കാണ് ചെരിവ് കൂടുതലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 90-നേക്കാളും കൂടുതലുമായിരിക്കും. ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും വരിക, ബൃഹത് കോണായിരിക്കും വരിക. അപ്പോൾ അതെല്ലാവർക്കും അത് ആ ഒരു ജസ്റ്റ് കൺസെപ്റ്റ് കിട്ടിയാൽ മതി. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലോക്ക് ഉണ്ടല്ലോ, നമ്മുടെ ക്ലോക്കിൽ 9 മണി അതുപോലെ തന്നെ 3 മണിയൊക്കെയുള്ള സമയം ഉണ്ടല്ലോ, ഇതൊക്കെ എന്തിന് തുല്യമാണ്? 90 ഡിഗ്രിക്ക് തുല്യമായ ക്ലോക്കിലെ സമയങ്ങളാണ് അല്ലേ? അപ്പോൾ 90-നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:05 ആയി കഴിഞ്ഞാൽ എന്താണ്? 90-നേക്കാളും കുറവാണ്. ഇനി സമയം ഒരു 8:50 ആണെങ്കിലോ 90-നേക്കാളും കുറവുമാണ്. അപ്പോൾ ആ ഒരു ബന്ധം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പം ഇങ്ങോട്ട് തിരിച്ച് വരികയാണെങ്കിലോ 3 മണിയാകുമ്പോൾ കറക്റ്റ് 90 ഡിഗ്രിയാണ്. 2:55 ആകുമ്പോഴോ അപ്പോൾ എന്താണ്? 90-നേക്കാളും കൂടുതലാണ്. ഒരു 3:05 3:10 ആയി കഴിഞ്ഞാലോ 90-നേക്കാൾ എന്താണ്? കുറവാണ് കോണിൻ്റെ അളവ്. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലുണ്ടായാൽ തന്നെ മതി. നമുക്ക് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? കോണിൻ്റെ അളവുകൾ നമുക്ക് നമ്മളെ മനസ്സിൽ പറയാം, പക്ഷെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്തായിരിക്കും ഈ കോണ് 90-നേക്കാളും കുറവാണോ കൂടുതലാണൊക്കെ നമുക്ക് എന്ത് ചെയ്യുക? ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അളന്നിട്ടേ നമുക്കറിയാൻ പറ്റുള്ളൂ, അല്ലാതെ ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രൊട്രാക്ടർ ഉപയോഗിക്കുമ്പോൾ ഇപ്പം ഞാൻ വലത്ത് ഭാഗത്തു നിന്ന് വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്രാക്ടറിന് 2 സൈഡിൽ സ്റ്റാർട്ടിങ് ഉണ്ട്. ഒരിടത്ത് 0 മുതൽ വലത്തെ ഭാഗത്ത് നിന്ന് 0 മുതൽ അടിയിലൊന്നുണ്ട് 0 മുതൽ 180 വരെ. പിന്നെ അതുപോലെ തന്നെ മുകളിലൂടെ ഒന്നും വരുന്നുണ്ട്. 0 നിന്ന് തുടങ്ങിയിട്ട് തിരിച്ച് വലത്തെ ഭാഗത്ത് എത്തുമ്പോൾ 180 ആകും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വലത്തെ ഭാഗത്ത് നിന്ന് വരച്ച് കഴിഞ്ഞാൽ, വലത്തെ ഭാഗത്ത് നിന്ന് വരച്ചു ഒരു ലൈൻ അടുത്ത ലൈൻ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ വെക്കണം. അതിൻ്റെ ആ 2 ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്യണ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റും അതുപോലെ തന്നെ ആ പ്രൊട്രാക്ടറിൻ്റെ അടിയിലുള്ള ചെറിയ ആ വര ഉണ്ടല്ലോ, അടിയിലുള്ള വര, ആ വര എന്ത് ചെയ്യണം? നമ്മൾ വരച്ച വരയോട് ചേർത്ത് വെക്കണം. ആ പ്രൊട്രാക്ടറിൻ്റെ നടുവിലുണ്ടാവും, എല്ലാവരും പ്രൊട്രാക്ടറിലും ഉണ്ടാവും നടുവിലൊരു പോയിൻ്റ്, അല്ലെങ്കിൽ ഒരു മേലോട്ടൊരു വരക്ക് മാറി ഉണ്ടാവും. ആ ഒരു പോയിൻ്റ് ചെയ്യണം, ആ 2 പോയിൻ്റ് ഒരുമിച്ച് സെയിം ആക്കി വെക്കണം. ലൈന് അടിയത്തെ ലൈനും ക്ലിയർ ആക്കി വെക്കണം. അടിയത്തെ ലൈന് കൊണ്ട് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഒരിക്കലും കറക്റ്റായിട്ട് കിട്ടില്ല. അത് ആ ലൈന് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ആ നടുവത്തെ വര ഉണ്ടല്ലോ, ആ വര ഏത് സംഖ്യയിലോട്ടാണോ വരുന്നത് അതാണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് 10, 20. ഈ 10ൻ്റെ 20ൻ്റെ അടിയിൽ നടുവിൽ ചെറിയൊരു വര ഉണ്ട്, അത് 15ആണ്. പിന്നെ 10 മുതൽ 10, അതായത് 1, 2, 3, 4 ഉണ്ടാവും ചെറിയ വരകൾ. പിന്നെ കുറച്ചും കൂടി വലുപ്പമുള്ള വര, അപ്പോൾ 15ആണ്. അപ്പോൾ ഇതിനെക്കാട്ടിയും അളവുകൾ കുറവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കിട്ടിയ അളവ് കോണിൻ്റെ അളവ് 18 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 15 കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ പിന്നെ എന്തുണ്ടാവും? ഒരു 3 കൂടി ചെറിയ വരകളുടെ അവിടെ ആയിരിക്കും ആ 18ൻ്റെ അളവ് ഉണ്ടാകുക. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ ഇപ്പോൾ ഈ വലത്തെ ഭാഗത്ത് നിന്ന് വരച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെടുക്കണം? അടിയത്തത് എടുക്കണം. അടിയത്തത് 0 മുതൽ ഇങ്ങനെ മേലോട്ട് പോകണത് അടിയത്തെടുക്കണം. ഇനി നമ്മൾ വരച്ചിരിക്കണ ഈ ഇടത്തേ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ ഇടത്തേ ഭാഗത്ത് നിന്ന് ഏതെടുക്കുക? ഇവിടുന്ന് തുടങ്ങുന്ന 0 തുടങ്ങുന്ന ഈ പ്രൊട്രാക്ടറിൻ്റെ ഇടത്തേ ഭാഗത്ത് തുടങ്ങുന്ന 0 ഉണ്ട്, അപ്പോൾ നേരെ തിരിച്ചെടുക്കുക. അപ്പോൾ അത് 2 കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. വലത്തേ ഭാഗത്ത് നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വലത്തേ ഭാഗത്ത് അടിയത്തെ 0 മുതലുള്ളത് നോക്കുക. ഈ ഇടത്തേ ഭാഗത്ത് നിന്നാണ് വര വരുന്നതെന്നുണ്ടെങ്കിൽ വര അതോ സ്റ്റാർട്ട് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അടിയത്തെ ലെഫ്റ്റ് സൈഡിലുള്ള 0 മുതലുള്ളത് നോക്കിയാൽ മതി. ആ ജസ്റ്റ് ആ കൺഫ്യൂഷൻ മാത്രം ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഇവിടെ ഒരു കോൺ വരച്ചു, 30 ഡിഗ്രീൻ്റെ ഒരു കോൺ വരച്ചു വലത്തേ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഞാൻ പ്രൊട്രാക്ടറിൽ നോക്കുമ്പോൾ കാണാം 30 ഡിഗ്രിയും കാണാം 150 ഡിഗ്രിയും കാണാം. അപ്പോൾ ഞാൻ ഇതിൽ പോയിക്കാണ്ട് 150 കൊണ്ടുപോയി സെലക്ട് ചെയ്യരുത്. കാരണം എന്താ? വര തുടങ്ങിയിരിക്കുന്നത് വലത്തേ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ അടിയത്ത് നോക്കുമ്പോൾ ആദ്യത്തെ 0, 10, 20, 30. 30ൻ്റെ നേരെ മുകളിൽ ഏതുണ്ടാവും?
150 ഉണ്ടാവും. അപ്പോൾ അത് ഈ 150 എവിടുത്താണ് വര ഇടത്തേ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് ആ കോണിന് നേരെ, അതായത് ഇപ്പം 30 ഡിഗ്രീൻ്റെ കോൺ ഇപ്പം നമ്മൾ വരച്ച കോണ് എന്ത് ചെയ്താൽ മതി, വലത്തേ ഭാഗത്തെ വര മായ്ച്ചിക്കാണ്ട് ഇടത്തേ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന കോൺ എത്ര ആയിരിക്കും, 150 കറക്റ്റാണ്. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, വര നമ്മൾ വലത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അടിയത്ത് വരുന്ന ഫസ്റ്റത്തെ റൈറ്റ് സൈഡിൽ നിന്ന് അടിയത്ത് വരുന്ന കൊടുക്കണം. വര ഇടത്തേ ഭാഗത്താണെങ്കിൽ മുകളിലത്തെ കൊടുക്കണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് മാത്രം ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രൊട്രാക്ടർ ഉപയോഗിക്കാൻ മനസ്സിലായി എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്നും കൂടി നല്ലപോലെ മനസ്സിരുത്തിക്കണം നോക്കിക്കഴിഞ്ഞാൽ പ്രൊട്രാക്ടർ ഉപയോഗിക്കാൻ എല്ലാവർക്കും മനസ്സിലാവും. എന്നിട്ട് ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഈ ബുക്കിലുള്ള ചിത്രങ്ങളിലെ കോണിൻ്റെ അളവൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. എല്ലാവർക്കും കോണിൻ്റെ അളവൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിൽ ഈ പേജ് നമ്പർ ആദ്യത്തെ 2ാമത്തെ പേജിലൊക്കെ ഉണ്ട്, തുടങ്ങിയത്തെ 8ാം നമ്പർ പേജിലൊക്കെ ഉണ്ട് ഈ കോണുകൾ. ഓരോ കോണിൻ്റെ ഒക്കെ വലുപ്പം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത ഈ 9ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് എന്ത്, ഈ ഒരു പ്രൊട്രാക്ടറും ഈ പ്രൊട്രാക്ടറിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഓരോന്നിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേജ് നമ്പർ 10 എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. 11 കോണുകൾ ഏതൊക്കെയുണ്ട്, റൈറ്റ് ആംഗിൾ മട്ടകോണുണ്ട്, അതുപോലെ തന്നെ 60 ഡിഗ്രീൻ്റെ ഒരു 2 കോണുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേജ് നമ്പർ 12 കോണുകൾ കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ ചതുരത്തിൽ റെക്റ്റാങ്കിളിൽ വരുന്ന കോണിൻ്റെ അളവൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഈ ഇതുവരെ പറഞ്ഞ ക്ലാസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലായിട്ട് ചോദിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഇതിൽ മനസ്സിലാകാത്തുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അതുപോലെ തന്നെ പേജ് നമ്പർ 14 കുറച്ച് ചിത്രങ്ങളും കുറച്ച് ഇതിലെ പ്രോബ്ലംസും അതൊക്കെ ഒന്ന് സ്വന്തമായിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ചൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിന് കഴിഞ്ഞ ഈ ബുക്കിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 6ാം ക്ലാസ്സിലുണ്ടായിരുന്ന ക്ലോക്കിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് സമയം പെട്ടെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അതുപോലെ തന്നെ ഈ ക്ലോക്കിനെ വിഭജനം, അതായത് വൃത്തത്തെ ഈ സർക്കിളിനെ വിഭജിച്ചിട്ടുള്ള ക്ലോക്കിൽ, അതുപോലെ ക്ലോക്കിൽ എപ്പോഴും ആ കാര്യം ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ക്ലോക്കിൽ 12 മണിക്കൂറാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വൃത്തത്തിൻ്റെ ഈ ഒരു സർക്കിളിനെ 360 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയാണ് 30 ആയിരിക്കും. അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എത്രയാണ്, 30 ഡിഗ്രിയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു സമയം 3 മണി ആയിക്കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ 3 മണിയിൽ നിന്നുള്ള ക്ലോക്കിലെ സമയം നിൽക്കുമ്പോൾ സൂചി ഒന്ന് 12 നേരെയോ പിന്നെ ഒന്ന് 3 നേരെയോ കരം. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. 1, 2, 3 അല്ലേ. 12 ഒരിക്കലും അവിടെ കൂട്ടാൻ പാടില്ല. അപ്പോൾ ഏതെങ്കിലും 12 കൂട്ടാതപ്പോൾ 1, 2, 3 മണിക്കൂർ വ്യത്യാസം. ആ 3 മണിക്കൂർ വ്യത്യാസം ഗുണിക്കണം 30. അപ്പോൾ 3 ഗുണിക്കണം 30 എത്രയാണ്, 90 ഡിഗ്രിയാണ് ആ കോണിൻ്റെ അളവ്. അപ്പോൾ ഇതുവരെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് അടിച്ച് കണ്ടുനോക്കുക. അതും മനസ്സിലാണെങ്കിൽ ഒന്നും കൂടി 2 വട്ടം 3 വട്ടം റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.